ഈ ക്വസ്റ്റ്യൻ നോക്കാം. An object of size 3 centimeter is placed 14 centimeter in front of a concave lens of focal length 21 centimeter. Describe the image produced by the lens. What happens if the object is moved farther away from the lens? കുറച്ച് ഇൻഡയറക്റ്റ് ആണ്. നമുക്ക് തിൻ ലെൻസ് ഫോർമുല വേണ്ടി വരും. നമുക്ക് വേണമെങ്കിൽ ഒരു റഫ് പിക്ചർ വരയ്ക്കാം. An object of size 3 centimeter placed 14 centimeter in front of a concave lens. ഇവിടെ കോൺകേവ് ലെൻസ് ആണ് അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ഇതാണ് കോൺകേവ് ലെൻസ്. നമ്മൾ റഫായിട്ടുള്ളൊരു പിക്ചറാണ് വരയ്ക്കുന്നത്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ദിസ് ഈസ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ. നമുക്കറിയാം ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. നമുക്കറിയാം, മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് ലെഫ്റ്റ് സൈഡിലാണ്, കോൺവെക്സ് ആണെങ്കിൽ റൈറ്റ് സൈഡിലാണ്. അത് നമ്മൾ പഠിച്ച കാര്യമാണേ. An object of size 3 centimeter placed 14 centimeter in front of a ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 21 ആണ്. സ്വല്പം അങ്ങോട്ട് നീക്കി വരയ്ക്കാം അല്ലേ. ഫോക്കൽ ലെങ്ത് 21 ആണ്. 21 എന്ന് പറയുമ്പോൾ ഫോക്കസ് കുറച്ച് അകലെയാണ്, 21 സെൻറ്റിമീറ്റർ അകലെയാണ്. നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നത് 14 സെൻറ്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് ലെൻസ്. ഈ കോൺകേവ് ലെൻസിൽ നിന്ന് 14 സെൻറ്റിമീറ്റർ അകലെയായിട്ട്. ഇതൊരു റഫ് പിക്ചറാണ്. എ ബി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് വെക്കുന്നുണ്ട്, 14 സെൻറ്റിമീറ്റർ അകലെയായിട്ടാണ് വെക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇമേജ് എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണോ വരുന്നത് അതോ ഇവിടെയാണോ വരുന്നത്, ഇങ്ങനെയാണോ? നമുക്ക് അത് കണ്ടുപിടിക്കണം. ഇമേജ് ഇൻവെർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ, പൊസിഷൻ എവിടെയാണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണം. സോ നമ്മൾ ഒബ്ജക്റ്റ് 14 സെൻറ്റിമീറ്റർ അകലെയാണ്. നമ്മൾ ലെൻസിന് പുറകിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും യു എന്ത് വരും? യു നെഗറ്റീവാണ് അല്ലേ. യു ഈസ് നെഗറ്റീവ് നമ്പർ. 14 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ യു ഈസ് -14. ഫോക്കൽ ലെങ്ത്ത് OF ആണ്. ഫോക്കൽ ലെങ്ത്ത് -21 എന്ന് എഴുതണം. ഓർത്ത് വെച്ചോ, കോൺകേവിൻ്റെ ഫോക്കൽ ലെങ്ത്ത് എപ്പോഴും നെഗറ്റീവും കോൺവെക്സിൻ്റെ പോസിറ്റീവുമാണ്. എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് വി കണ്ടുപിടിക്കണം. ഇമേജിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണം. സോ നമുക്ക് വി കണ്ടുപിടിക്കണം. അതുമാത്രമല്ല ഇമേജിൻ്റെ നേച്ചറെല്ലാം കാണണം. സോ നമുക്ക് തിൻ ലെൻസ് ഫോർമുല യൂസ് ചെയ്യാം. 1/v - 1/u = 1/f. ഇതാണ് തിൻ ലെൻസ് ഫോർമുല. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ 1/v = 1/u + 1/f എന്ന് വരും, ശരിയല്ലേ? 1/v = 1/u + 1/f വരും. അറേഞ്ച് ചെയ്തതാണ്. 1/vയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/u. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -14ഉം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -21 ആണ്. ഇത് രണ്ടും ആഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ മൈനസ് കോമൺ ആയിട്ട് എടുക്കാം. 1/14 + 1/21 ഇങ്ങനെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് ഓഫ് LCM 14ൻ്റെയും 21ൻ്റെയും LCM. 14 എന്ന് പറഞ്ഞാൽ 2 × 7, 21 എന്ന് പറഞ്ഞാൽ 3 × 7 ആണ്. 6 × 7 കറക്റ്റ് ആയിരിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. 42 വേണമെങ്കിൽ ചെക്ക് ചെയ്ത് ചോദിക്കും. 42 ഈസ് ദ കോമൺ മൾട്ടിപ്പിൾ ഓഫ് 14 ആൻഡ് 21. 14 × 3 ചെയ്ത് നോക്കിയേ, ഇത് കിട്ടുന്നുണ്ട്. സോ 14 × 3 ചെയ്യുമ്പോഴാണ് 42. സോ മോളിൽ 1 × 3 വരും. ഇവിടെ 21 × 2 ചെയ്തപ്പോഴാണ് 42. സോ 1 × 2 അവിടെ വരും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് 1/v ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കണ്ട. 1/v എന്ത് വരും? -5/42 വരും അല്ലേ. -5 / 42. റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ v = -42/5 ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കാണാം. -42/5 ചെയ്ത് കഴിഞ്ഞാൽ
വി ഈക്വൽ ടു -8.4 സെൻറ്റിമീറ്റർ. ഇമേജ് -8.4 സെൻറ്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് 14 സെൻറ്റിമീറ്റർ പുറകിലായിരുന്നു, ഇമേജ് 8.4 സെൻറ്റിമീറ്റർ പുറകിലായിട്ട് കിട്ടും. ഈ പിക്ചർ ഫുള്ളും വരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ഇമേജ് സൈസ് എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം, ഞാൻ പൊസിഷനെ പറ്റി ഒരു ഐഡിയ തരുന്നെന്ന് മാത്രം. ഒബ്ജക്റ്റ് 14 സെൻറ്റിമീറ്റർ പുറകിൽ വെച്ചു, ഇമേജ് വരുന്നത് -8.4 സെൻറ്റിമീറ്റർ ആണ്. ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് 8.4 സെൻറ്റിമീറ്റർ പുറകിലായിട്ട് ആണ് ഇമേജ് വരുന്നത്, A', B'. സോ റേ ഡയഗ്രാം വരയ്ക്കാതെ തന്നെ നമുക്ക് ഇമേജിൻ്റെ പൊസിഷൻ കിട്ടി. ഇനി ഇമേജ് ഇതേപോലെ ഇറക്റ്റ് ആണോ, സൈസ് എങ്ങനെയാണ്, അതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞുതരാം. ലെൻസിൻ്റെ കേസിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ് എങ്കിൽ അത് വെർച്വൽ ഇമേജ് ആയിരിക്കും. ലെൻസിൻ്റെ കേസിൽ അങ്ങനെയാണ്. ഓക്കെ, ലെൻസിൻ്റെ കേസിൽ ഓൾവേസ് ലെഫ്റ്റ് സൈഡിലാണ്, ഒബ്ജക്റ്റിൻ്റെ സൈഡിലാണ് ഇമേജ് എങ്കിൽ അതെന്താണ്, വെർച്വൽ ഇമേജ് ആണ്. അതായത് ഇവിടെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ, ഈ A', B' ഉള്ള സ്ഥലത്ത് ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ, വൈറ്റ് സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും കിട്ടില്ല. നമ്മളിവിടെ ഒരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട് ലെൻസിൻ്റെ ഫ്രണ്ടിലായിട്ട്, ഇതിനിടയ്ക്കായിട്ട് ഇവിടെ ഒരു വൈറ്റ് സ്ക്രീൻ വെച്ചാൽ ക്യാൻഡിലിൻ്റെ ഇമേജ് കിട്ടില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇമേജ്, ഒബ്ജക്റ്റിൻ്റെ സൈഡിലാണ് ഇമേജ് എങ്കിൽ ഓൾവേസ് വെർച്വൽ. ക്ലിയർ? റൈറ്റ് സൈഡിലാണെങ്കിൽ റിയൽ ആണ്. റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കിട്ടും, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സ്ക്രീനിൽ കിട്ടില്ല. ക്ലിയർ? അപ്പോൾ എന്ത് ഇമേജാണ്? വെർച്വൽ ഇമേജ്. ക്ലിയർ ആയല്ലോ? വെർച്വൽ ഇമേജ് ആണ് വരുന്നത്, വെർച്വൽ ഇമേജ്. ഇനി നമുക്ക് ഇമേജിൻ്റെ സൈസ് അറിയണം അല്ലേ, പിന്നെ ഇറക്റ്റ് ആണോ ഇൻവെർട്ടഡ് ആണോ എന്ന് അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല V/U ആണ് ലെൻസിൻ്റെ കേസിൽ. മിററിൻ്റെ കേസിൽ -V/U. ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ V എന്ന് പറഞ്ഞാൽ -42/5 അഥവാ -8.4. ഞാൻ തൽക്കാലം -42/5 എഴുതാണ്. ഡിവൈഡ് ബൈ U. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -14 ആണ്. സോ മാഗ്നിഫിക്കേഷൻ വിൽ ബി മൈനസ് വെട്ടിപ്പോവും. 42/14 ചെയ്ത് കഴിഞ്ഞാൽ 3 അല്ലേ, 3/5 കിട്ടും. എല്ലാ കാൽക്കുലേഷൻസും ഞാൻ പറയുന്നില്ല, 3/5 കിട്ടും. മാഗ്നിഫിക്കേഷൻ ഈസ് പോസിറ്റീവ് 3/5, ദാറ്റ് ഈസ് 0.6. 1-നേക്കാളും കുറവാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ 1-നേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഡിമിനിഷ്ഡ് എന്നാണ്. മനസ്സിലായില്ലേ? 1-നേക്കാളും കുറവാണ്, അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ 0.6 ടൈംസ് ആണ് ഇമേജ് സൈസ് അല്ലേ. ഒബ്ജക്റ്റിൻ്റെ സൈസിൻ്റെ വെറും 0.6 ടൈംസ് സൈസാണ് ഇമേജിന്. ദാറ്റ് മീൻസ് ദാറ്റ് മാഗ്നിഫിക്കേഷൻ <1 ആയതുകൊണ്ട് ഡിമിനിഷ്ഡ് ഇമേജ്. ഞാൻ വരച്ചിരിക്കുന്ന പിക്ചർ കറക്റ്റാണ് അല്ലേ, ഡിമിനിഷ്ഡ് ഇമേജ്. ഇനി ഇൻവെർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവാണ്. നമ്മളിതിനു മുമ്പും പഠിച്ചിട്ടുണ്ടല്ലോ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ഇമേജ് ആണ്. മുമ്പ് നമ്മൾ മിറർ പഠിച്ചപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇറക്റ്റ് ഇമേജും, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ ഇൻവെർട്ടഡ് ആണ്. ഇവിടെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് അല്ലേ, അപ്പോൾ ഇത് ഇറക്റ്റ് ഇമേജ് ആണ്. ഞാൻ വരച്ച പിക്ചർ കറക്റ്റാണ് അല്ലേ, ഇറക്റ്റ് ഇമേജ്. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയില്ലേ നോക്കിയേ. ഇമേജിൻ്റെ പൊസിഷൻ മനസ്സിലായി, വെർച്വൽ ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്. ഓക്കെ.